ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു മസാലക്കറിയാണ്. ഇതിൻ്റെ പേര് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതൊരു നോൺ വെജ് റെസിപ്പിയാണെന്ന്. പക്ഷെ പേര് കാണുമ്പോഴാണ് ഇതൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണെന്ന് മനസ്സിലാവുക. അപ്പോൾ വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടും, നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു ഇടിച്ചക്ക മസാലക്കറി. ഈ ചക്ക മസാലക്കറി കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഞണ്ട് കറിയുടെയോ ബീഫിൻ്റെയോ ഒക്കെ ഒരു ചായ തോന്നും. പക്ഷെ ടേസ്റ്റ് വരുമ്പോൾ ഈ രണ്ട് ടേസ്റ്റും അല്ല, ഒരു ബീഫിൻ്റെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഞണ്ട് കറിയുടെ ടേസ്റ്റ് അല്ല, കാണുമ്പോൾ ആ ഒരു രീതിയിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അതിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചക്ക അവൈലബിൾ ആണ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക പഴുത്തു തുടങ്ങും. അപ്പോൾ ഈ ഇടിച്ചക്ക അവൈലബിൾ ആയിട്ടുള്ള സമയത്താണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ചക്ക മടൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം. പക്ഷെ അതിൻ്റെ റെസിപ്പി കുറച്ച് പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ആ ചക്ക മടലിൻ്റെ പുറമേയുള്ള മുള്ളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷമൊക്കെ ചെയ്യേണ്ട രീതിയാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചക്ക മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചക്ക മസാല കറി എന്ന് പറയാം, നമുക്ക് ചക്ക മസാല റോസ്റ്റ് എന്ന് പറയാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേര് വിളിക്കാം. കറി ഗ്രേവി ആയിട്ട് എടുത്താൽ കറി, ഡ്രൈ ആയിട്ട് എടുത്താൽ റോസ്റ്റ്, അത്രയുള്ള വ്യത്യാസം. പിന്നെ തക്കാളി ചേർക്കണം എന്നുള്ള ആളുകൾക്ക് തക്കാളി ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്, ചെറിയൊരു പുളി. പക്ഷെ ആ പുളിയോട് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം, അതിലും കുഴപ്പമില്ല. ബാക്കിയുള്ള മസാലകളെല്ലാം അതുപോലെ തന്നെ ചേർക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇടിച്ചക്ക മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇടിച്ചക്ക മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ചക്ക ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ചക്കയുടെ കളർ മാറിപ്പോവാതിരിക്കാനാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അധികം വലിയ പീസുമല്ല, അധികം ചെറിയ പീസുമല്ല. അതുപോലെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ, ഞാനിതെല്ലാം ടീസ്പൂണിലാണ് അളവ് പറയുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കടുക്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 തക്കാളി, 2 സവോള, 3 തണ്ട് വേപ്പില, ഈ വലുപ്പത്തിലുള്ള 1 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങയുടെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ളത് വെള്ളവും വെളിച്ചെണ്ണയും ഉപ്പുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്ക ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ കുക്കറിലാണ് ചക്ക കുക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ വേഗം കുക്കായി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ കുക്കറിൽ ചക്ക കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചക്ക കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ഇതിനു മുന്നേ ചക്ക കട്ട്ലറ്റിലോ ഇടിച്ചക്ക കട്ട്ലറ്റോ ഇടിച്ചക്ക തോരനോ ഏതോ ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ചക്ക എളുപ്പത്തിൽ കട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതൊരു 1/2 കിലോ വെയിറ്റുള്ള ചക്കയായിരുന്നു. 1/2 കിലോയിലാണ് നമ്മളിപ്പോൾ 2 തക്കാളിയും 2 സവാളയും എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയും വലിയ തക്കാളിയാണെങ്കിൽ ഓരോന്ന് എടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതിൽ നിന്ന് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഞാനിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർക്കാം. ചക്ക കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചക്ക കുക്കായി വരുമ്പോൾ ചക്കയിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചക്ക കുക്ക് ചെയ്തെടുക്കാം. ചക്ക കുക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയും തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങയും ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സവോള നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുറുകെ മുറിച്ചെടുത്തു. ഇത് കണ്ടോ, അതുപോലെ തക്കാളി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു.
ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും ഇതുപോലെ ചെറിയ പീസുകളായിട്ട്, നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ ചേർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചക്ക കുക്കായി കഴിഞ്ഞു. അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അത്യാവശ്യം നമ്മുടെ സവോളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വരാനുള്ള വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈ ഇഞ്ചിയും പച്ചമുളകും ചേർക്കുമ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കറികളിലെ വെളുത്തുള്ളി ചേർക്കാറുള്ളൂ എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചക്കയുടെ റെസിപ്പിയിലൊന്നും അങ്ങനെ വെളുത്തുള്ളി ചേർക്കാറില്ല. തേങ്ങയുടെ കളറ് അധികം മാറിപ്പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയി വന്നാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ ഈ ചക്ക കഴിക്കുമ്പോൾ ആ തേങ്ങയും കൂടി ചേർത്ത് കടിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. നമ്മളിപ്പോൾ ഇറച്ചിക്കറി ചെയ്യുന്ന പോലെ ഗ്രേവി ആയിട്ടല്ല, ഡ്രൈ ആയിട്ടുള്ളൊരു ഇറച്ചിയുടെ വേഷം ചെയ്യുന്ന പോലെ, നോൺ വെജ് വേഷം ഡ്രൈ ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ബീഫിലാണെങ്കിലും ഇപ്പോൾ ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങക്കൊത്ത് ചേർക്കാറില്ല. അതുപോലെയാണ് നമ്മൾ ഇതിലും തേങ്ങക്കൊത്ത് ചേർക്കുന്നത്. തേങ്ങക്കൊത്ത് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കാം. നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ അധികം ഫ്രൈ ആക്കുന്നില്ല. അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇനി സവോള ഒന്ന് സോഫ്റ്റ് ആയി വരണം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരിക. അപ്പോൾ നമ്മൾ ചക്കയുടെ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ചക്കയ്ക്ക് ഉപ്പ് കുറവാണെങ്കിൽ സവോളയിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കയ്ക്ക് ഉപ്പ് കുറവാണ്. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊന്നും ഇപ്പോൾ ചേർക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ പൊടികളും ചേർത്തിട്ടാണ് ചക്ക കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചക്കയിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരണം, അതുവരെ വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ഈ ഒരു മസാലയിൽ കാണണം, ചെറുതായിട്ട് കടിക്കാൻ വേണം എന്നുണ്ടെങ്കിൽ തക്കാളി ഒരുപാട് വഴറ്റിയെടുക്കണ്ട, ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് തക്കാളിയുടെ പീസുകൾ കാണുന്ന രീതിയിൽ, എന്നാൽ ഒരുപാടങ്ങ് കുക്ക് ആവാത്ത രീതിയിലല്ല, ചെറുതായിട്ടൊന്ന് തക്കാളി കുക്ക് ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചക്ക കുക്ക് ചെയ്ത വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ തക്കാളിയിലേക്കും സവോളയിലേക്കും ഈ മസാലയും എല്ലാം നന്നായിട്ട് പിടിച്ചോളും. അതിനാണ് നമ്മൾ വെള്ളം വറ്റിക്കാതെ തന്നെ ചക്ക ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചക്ക വലിയ പീസായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഈ ഗ്രേവി വറ്റി വരുന്നത് വരെ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇനി ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്കയിൽ ആ ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. ഞാനപ്പോൾ ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ പാകത്തിലാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രീതി. കുറച്ചുകൂടി ഡ്രൈ ആകുമ്പോഴാണ് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഞാനിത് ചെറിയ പീസുകളായിട്ട് ചക്ക ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. പതുക്കൊന്ന് ഇതുപോലെ കുത്തിയിട്ടുണ്ടെങ്കിൽ ചക്ക ഉടഞ്ഞു വരും. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, താല്പര്യമില്ലെങ്കിൽ ചെയ്യണം എന്നില്ല. പക്ഷെ ഇതുപോലെ ഉടഞ്ഞു വരുമ്പോൾ അത്
കുറച്ചുകൂടി ടേസ്റ്റിയാണ്. ഞാൻ എരിവും ഉപ്പുമൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ആ കുരുമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കുരുമുളകാണ് നമ്മൾ ഇറച്ചിയുടെ എല്ലാ റെസിപ്പികളിലും ചെയ്യാറുള്ളത്. ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്ക നന്നായി ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഞാൻ ഓഫ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ നടുഭാഗത്ത് നിന്ന് ചക്ക നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഗ്രേവി ഇല്ല. ഗ്രേവിയൊക്കെ വറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ഗരം മസാലപ്പൊടിയുടെ ഫ്ലേവർ ലാസ്റ്റ് ഈ കറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉടനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക മസാല റെഡി ആയിക്കഴിഞ്ഞു. ഇതിപ്പോൾ ബൗളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഇടിച്ചക്കയാണെന്ന് മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞണ്ട് ഉലർത്തിയത് ഉണ്ടാക്കുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെയുള്ള രീതിയിലാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ ടേസ്റ്റ് ഞണ്ടിൻ്റെ ടേസ്റ്റ് അല്ല, ടേസ്റ്റ് വരുമ്പോൾ ഇറച്ചിയുടെ ടേസ്റ്റാണ് വരുന്നത്. നമ്മൾ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഞണ്ട് ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെയാണ്. പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. തക്കാളി ചേർക്കില്ല, പിന്നെ പുളി ചേർക്കില്ല. അത് വേറെ രീതിയാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ്. ഇത് വെജാണോ നോൺ വെജാണോ എന്ന് നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം തോന്നുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇടിച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പികൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.